എന്താ പറയുന്നത്, അവനോ ചെയ്യേണ്ടത് അവനോ തന്നെ ചെയ്യണോ? തങ്കം, നീ എന്തുവാടി ഇത് തേച്ച് പഠിക്കുകയാണോ? എന്ത് കമ്പിളിയില് ചുളിവ് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. മാമോദീസ കഴിഞ്ഞിട്ട് ശങ്കരമംഗലത്ത് പാർട്ടി മീറ്റിങ്ങിന് പോകണം. ഇന്ന് പ്രസിഡന്റ് വരുന്ന ദിവസം. അവിടെ പോവാൻ ഇത്രയും കൂടി വേണ്ട. അങ്ങോട്ട് കളിയാക്കല്ലേ. ഞങ്ങളുടെ പ്രസിഡന്റ് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു പൊതുപ്രവർത്തകൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഒരു വ്യക്തിത്വം ഉണ്ടാവണമെന്ന്. പിന്നെ വ്യക്തിത്വം മുണ്ടിലും ചെരുപ്പിലൊക്കെ ഇരിക്കണമെന്ന് പോകലിറ്റോ. എടി, മുണ്ടിലും ചെരുപ്പിലും നമ്മുടെ മുഖകാന്തിയിലും ഒക്കെ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു നമ്മളെ ഒരു ഇംപ്രഷൻ ഉണ്ടാവണം. അതൊക്കെ ഉണ്ടാവും, ഇടണ്ടവരിട്ട. നിങ്ങൾ എന്തിട്ടാലും ഈ പറഞ്ഞ സാധനം വരണ്ടേ ഗ്ലീറ്റോ? എന്താ സാധനം? ഞാനേ ഈ കിടന്ന് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ശോഭനമായ ഒരു ഭാവി നാളെയെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്ല. ആഹാ, കുഴിയിലോട്ട് കാലം നീട്ടിരിക്കണ എന്റെ ക്ലീറ്റോ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ശോഭനമായ ഭാവി, എവിടെ നിന്നാണ് വ്യക്തിത്വം? ആ തക്കളി കൊച്ചിന്റെ കാര്യത്തിൽ ഒരു ഭാവി ഉണ്ടാക്കാൻ നോക്കൂ നിങ്ങൾ. തക്കളി കൊച്ചൊന്ന് വളരട്ടെ, അപ്പൊ അതിന്റെ ഭാവി ഞാൻ നോക്കിക്കോളാം കേട്ടാ. പിന്നെ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കണത് നിന്റെ അള്ള. നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോങ്കിലും അവിടെയും ചുളുക്കി. ചായ തുയാന്ന് ചോദിച്ചു വാട്ടങ്ങി. ആ സാറേ, സാറേ ഞാൻ ഇറങ്ങി സാറേ. ആ പോവാ ഇപ്പൊ എത്തും. ഓ ഒരു 15 മിനിറ്റ്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി ശരി. ഒരു ധൃതിയാണെന്ന് ആൾക്കാർ. തങ്കം, ഈ തങ്കം ഞാൻ പറഞ്ഞു വന്നടി. നീ എന്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്? ഇങ്ങോട്ട് വരാൻ. എന്താ എന്റെ ചെരുപ്പാടെ? ചെരുപ്പല്ലേ ഇത്? ഇതല്ല, മറ്റേ ചെരുപ്പ് എവിടെയെന്ന്? സ്ലിപ്പർ അകത്തല്ലേ ക്ലീറ്റോ കിടക്കണം? ഇവിടെ കിടന്ന് അന്വേഷിച്ചാൽ കിട്ടുമോ? തങ്ങാണ്ടല്ലോ എടി, ഇതിന്റെ കൂടെയുള്ള എന്റെ മറ്റേ ചെരുപ്പ് എവിടെയെന്ന്? രാവിലെ അവിടെ നിന്ന് തേച്ച് മിനുക്കണ്ടായാലും എന്ത് ചെയ്തു? തേച്ച് മിനിക്ക് ഞാൻ ഇവിടെ വെയിലത്ത് ഉണങ്ങാൻ വെച്ചിരുന്നതാ. അതിന്റെ ഒരു ചെരുപ്പ് എവിടെയാന്നാ ചോദിച്ചേ. ഉണങ്ങാൻ വെച്ചെങ്കിൽ അത് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അത് വേറെ എവിടെ വെച്ചെന്ന് വെച്ചാൽ അവിടെ പോയി നോക്ക്. എടി, കാണാത്തത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇവിടെ വെച്ചിരുന്നതാണ്. ഞാൻ അകത്തല്ലേ എന്നോട് ചോദിച്ചത്, ഞാൻ എവിടെ എടുത്ത് തരാനാന്നേ? എനിക്കറിയാം ഇതാരെടുത്തെന്ന് എനിക്കറിയാം. തുടങ്ങി. അവനാ എടുത്തത്, അവനെ ഇത് ചെയ്യുള്ളടി. ഞാൻ നന്നാവണയിലുള്ള അസൂയാണവന്. എന്താണ് ഇവിടെ ഒരു ബഹളം? അല്ല അമ്മ കണ്ടതല്ലേ രാവിലെ ഞാൻ ഈ 2 ചെരുപ്പ് കഴിവിടെ വെച്ചിരുന്ന് ഉണങ്ങാനായിട്ട്. അതിപ്പോ കാണാനില്ലമ്മ, എനിക്ക് ഫംഗ്ഷന് പോളതാ. അയ്യോ, എല്ലായിടത്തും നോക്കിന്ന് പറയണു. ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അയ്യോ അമ്മേ, ആ പട്ടി വരെ കേട്ടില്ലേ? ആ പട്ടി എങ്ങനെ എടുത്തോണ്ട് പോയി? പട്ടി തന്നെ എടുത്തത്. അവൻ തന്നെ എടുത്തത്. പിന്നെ വരട്ടെ, ഞാൻ ചോദിച്ചോളാം. പിന്നെ ഒന്ന് പോകില്ലോ ചേട്ടാ, പട്ടി തിരിച്ചു വരല്ലേ? ആ പട്ടി അല്ലടി, നിന്റെ കെട്ടിയോനില്ലേ അവൻ. തോന്നിയാസം പറഞ്ഞോണ്ടല്ലോ, എന്റെ കെട്ടിയെ പട്ടിന്നൊന്നും വിളിക്കാൻ പറ്റില്ല. നീ വിളിക്കൂടെ? മരപ്പട്ടി മരപ്പട്ടി. നീ ഇങ്ങനെ കിടന്ന് തുള്ളണ എന്ത് കാര്യത്തിനാ? അവര് അളിയന്മാരാകുമ്പോ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അവര് സോൾവ് ചെയ്തോളും. അല്ലാതെ ഇവൻ എന്തൊക്കെ എന്റെ കെട്ടിയവനെ പറഞ്ഞു ഞാൻ അതിനൊന്നും ഏറ്റുപിടിക്കണില്ലല്ലോ. അതൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എന്റെ കെട്ടിയവനെ പറഞ്ഞ എനിക്ക് പൊള്ളും. എനിക്ക് ദൈവം. അയ്യോ, ഒരു ദൈവം. എന്താ ദൈവം? അമ്മ, കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. ക്ലീറ്റോ ചേട്ടന് വല്ല പൈസയും വേണമായിരിക്കും. അതിന് പുതിയ കെട്ടുകഥയായിട്ട് ഇറങ്ങിയിരിക്കും. അനാവശ്യം പറയരുത്. അങ്ങനെ കെട്ടുകഥയായിട്ട് അങ്ങോട്ട് കാര്യം ഞങ്ങൾക്കില്ല. അമ്മയുടെ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മക്കൾക്ക് അവകാശപ്പെട്ടതാ. എന്റെ പൈസ ഒക്കെ കെട്ടിയവന് അവകാശപ്പെട്ടതാ. അതിനകത്ത് കള്ളക്കഥ ഉണ്ടാക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അയ്യോ, അവകാശത്തിന്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ പൈസ വേണമെങ്കിൽ നേരിട്ട് അങ്ങോട്ട് ചോദിക്കാം. അല്ലാതെ എന്റെ കെട്ടിയവനെ വെറുതെ പറയാനൊന്നും വേണ്ട. അതല്ലേ നിന്റെ കെട്ടിനോട് കാണിച്ചാ മതി. എന്നെ പ്രാന്ത് പഠിപ്പിക്കാന്ന് പറയാൻ അവളോട്. അവളെ കെട്ടിയവനെ പോലെയാണെന്ന് കരുതി ഞാനും. സ്വഭാവം മോശടി. പ്രാന്തുണ്ടോ? ഒരു മാർട്ടിയും എന്റെ ഫംഗ്ഷന് പോയില്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്കൊന്നും അറിഞ്ഞൂടെ പറഞ്ഞ. ഞാനിപ്പോ എങ്ങനെ പോകും? ഒരു 500 ഉണ്ടെങ്കിൽ 500 രൂപ ചെരുപ്പ് വാങ്ങണ്ടേ? പിന്നെ അയ്യോ, ചെരുപ്പ് മേടിക്കാൻ ഞാൻ 500 രൂപ തരണമെന്ന്. വേണമെങ്കിൽ പഴയ ചെരുപ്പിട്ടിട്ട് പോയാ മതി. റബ്ബർ ചെരുപ്പാ? അതിട്ടോട്ട് ഞാൻ എങ്ങനെ പോകും? പോണെങ്കി പോണ്ട, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നീ അത് എടുത്തോണ്ടോ? എന്നാലും കാണുമ്പോ ഞാൻ എങ്ങനെ സഹിക്കും? 2500 രൂപയുടെ മുതല.
ഇത് മാത്രമായിട്ട് എന്തിനാ ഇതും കൂടെ അവൻ കൊണ്ട് പൊഴുകി തിന്നട്ടോ. പോയി ചെറുപ്പടുത്തുള്ളൂ അടി. ഭ്രാന്താന്ന് എനിക്ക് തോന്നുന്നു. വാടാ നീ ഉച്ചക്കൊന്നില്ല. പെട്ടെന്ന് എടുത്തോളൂ വാടി. ഈ ചെരുപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ അടി? ചെരുപ്പെടുത്തോളൂ വാടി പെട്ടെന്ന്. മര്യാദ അങ്ങോട്ട്. സമയമില്ല മനുഷ്യനോട്. എന്നാ, കൊണ്ടുപോ. വെച്ചിട്ടുണ്ടടി, ഞാൻ എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ കഴിഞ്ഞ് വരട്ടെ. പോട്ടെ മോളെ, കരയാതെ. അപ്പൊ എന്റെ ഏട്ടനെ പറഞ്ഞോണ്ടല്ലോ ഇപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ. എന്നെ തല്ലാൻ വരാൻ വേണ്ടിട്ട് അയാൾ ആരാ? എന്റെ പൊന്നുമോൾ ഇപ്പോഴത്തേക്ക് അങ്ങ് ക്ഷമിക്ക്. ഇല്ല, ഞാൻ പറയും. എനിക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അയാൾ അറിയട്ടെ. മോന്റെ പൊന്നുമോളെ, അവൻ എന്താണ് ചെയ്യുന്നത് അവന് തന്നെ അറിയാൻ വയ്യ. അയ്യോ, അവനോട് ഇനി ചോദിക്കാൻ പോയിട്ട് എന്തിനാണ് മക്കളെ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്റെ ഏട്ടൻ പോലെ എന്നെ അടിക്കാൻ വേണ്ടി കൈയോങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാലമായിട്ട് എന്റെ പൊന്നുമോളെ, അമ്മയ്ക്ക് അത് അറിയാം. അമ്മയെ കരുതിയിട്ട് മക്കൾ ഇതിപ്പോ ക്ഷമിക്ക്, അല്ലെങ്കിൽ അവൻ വന്ന് ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കും. ഇല്ല, ഞാൻ എന്തായാലും പറയും. നാളെ അയാൾ എന്നെ കൊണ്ട് ആരോട് ചോദിക്കും? എന്റെ മക്കളെ, ഞാനാണ് പറയുന്നത്. അവൻ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കും. ഞാൻ ഇതറിഞ്ഞ. ഇല്ല, ഞാൻ എന്തായാലും പറയും. ഏട്ടൻ ഇങ്ങോട്ട് വരട്ടെ. ആ, എന്നാ പിന്നെ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാനാ? നീ എന്ന് പറഞ്ഞു കൊടുക്കും. അവനിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. അവരെ കിടന്ന് തമ്മിൽ അടിച്ച് ചാവും. ചാവുന്നതിനെ എടുത്ത് കുഴിച്ചിടാം. ബാക്കി എല്ലാത്തിനും കൂടെ ജയിലിൽ പോയി കിടക്കാം. അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ കാരണം ആരും ചാവാൻ വേണ്ടി ജയിലിലും പോകണ്ട. ഞാൻ ആരോടൊന്നും പറയാനും പോകുന്നില്ല. എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരില്ലാത്തതുകൊണ്ടല്ല അയാൾ എന്റെ പാക്കറ്റ്. Alien versus Alien.